ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ വിചാരിച്ചു കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനുമാണ് കുറച്ച് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്ന് ഓർത്തത്. ഞാൻ അങ്ങനെ കുറച്ച് കടല കൂടുതൽ ഞാൻ വേവിക്കുമ്പോഴത്തേനും വേവിച്ച് വെക്കും. അതിന് കുറച്ച് സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെക്കാറാണ് പതിവ്. അങ്ങനെ കുറച്ചധികം വേവിക്കും, എളുപ്പം വേകാനും എളുപ്പമുണ്ട്. അല്ലെ കടല രാവിലെ വേവിക്കുമ്പോഴത്തേനും ടൈം കൂടുതലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് കടല റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യാനായി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചുവന്നുള്ളി അരിഞ്ഞതും കടുകും കൂടെ നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളത് സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതായതുകൊണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് എരിവ് അധികം പറ്റില്ല, എനിക്കും അധികം എരിവ് പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ അജ്മിയുടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേനും നമുക്ക് എരിവ് പാകത്തിനും ആകുന്നുണ്ട്, അധികം എരിവും ആയി പോകുന്നില്ല. എന്നാൽ കറിക്ക് നല്ല കളറും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അജ്മിയുടെ മുളക് പൊടിയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. കുറേ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് എൻ്റെ മക്കൾക്കും എനിക്കും ഒന്നും അധികം പറ്റില്ല. അതുകൊണ്ടിപ്പോൾ അജ്മിയുടെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് തോന്നി. അത് നമുക്ക് ഒരു സ്പൂണെടുത്ത് എണ്ണയിലേക്ക് ഇടാം. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് കടല വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ആ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്തിരി പാലപ്പത്തിൽ ഒരു ചെറുതായിട്ടൊന്ന് ഇത്തിരി തീയും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവും കേട്ടോ. എളുപ്പത്തിൽ നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീ നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.